ഇനി പറയാണ് വിശേഷണ സാമാന്യ സമർത്ഥന രൂപസ്യ ഉദാഹരണം. വിശേഷം കൊണ്ട് സാമാന്യത്തിന് സമർത്ഥിക്കുക. അപ്പം വിശേഷകാര്യം, അപ്പൊ ആദ്യം സാമാന്യകാരിയായിരിക്കും പറയാം. ആദ്യം സാമാന്യകാര്യം പറഞ്ഞിട്ട് രണ്ടാമത് പറയുന്നതാണ് അതിൻ്റെ വിശേഷകാരിയായിട്ട് വരാം. നോക്കിക്കോളൂ. ഗുണവദ് വസ്തു സംസർഗാദ്യാദി സ്വൽപ്പോപി ഗൗരവം പുഷ്പമാലാനുഷംഗേണ സൂത്രം ശിരസി ധാര്യത. ഗുണവദ് വസ്തു സംസർഗാത്, ഗുണമുള്ള വസ്തുക്കളുമായിട്ടുള്ള സംസർഗം കൊണ്ട് സ്വൽപ്പ അപി, വളരെ തുച്ഛനായിട്ടുള്ള ഒരാൾ, സ്വൽപ്പനായിട്ടുള്ള ഒരാൾ, ഒരു അല്പനായിട്ടുള്ള ആൾ കൂടി, അല്പന ഒരു അല്പനും കൂടി ഗൗരവത്തെ പ്രാപിക്കുന്നു. ഗുണവത് വസ്തു സംസർഗാത് യാതി, യാതി എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു പോകുന്നു എന്നർത്ഥം. ഗുണമുള്ള ഒരു വസ്തുവുമായിട്ടുള്ള സംസർഗം ചെയ്യുന്നത് കൊണ്ട് സ്വല്പം ആയിട്ടുള്ള ഒരു കാര്യം, വളരെ ചെറിയ ഒരു സാധനം കൂടി ഗൗരവത്തിനെ പ്രാപിക്കുന്നു. നിസ്സാരോപി ഗുണവത വസ്തുന സംസർഗാത് ഗൗരവം പ്രാധാന്യം പ്രാപ്നോതി. നിസ്സാരനായിട്ടുള്ള ഒരാൾ കൂടി ഗുണവാനായിട്ടുള്ളൊരു ഒരാളുമായിട്ട്, നിസ്സാരനായിട്ടുള്ള ഒരാള് ഗുണമുള്ളൊരു വസ്തുവുമായിട്ടുള്ള സംസർഗം കൊണ്ട് പ്രാധാന്യത്തെ പ്രാപിക്കുന്നു. ഇനി പറയാണ് പുഷ്പമാലാനുഷംഗേണ സൂത്രം ശിരസി ധാര്യത. പുഷ്പമാലാ സമ്പർക്കേണ തത് അന്തർഗത തന്തു അപി. പുഷ്പമാലാ പുഷ്പമാലയുമായിട്ടുള്ള സംസർഗം കൊണ്ട് മാല, പൂവിൻ്റെ അകത്തുള്ള നൂലും കൂടി, തന്തു അപി, നൂലോ വാഴവാരോ, തന്തു എന്ന് പറഞ്ഞാൽ നൂലാണ്, ശിരസി ധാര്യത ഇതി അർത്ഥ. പുഷ്പങ്ങളുമായിട്ട് ചേരുന്നത് കൊണ്ട് സൂത്രം, ആ നൂലും കൂടി ശിരസിൽ തലയിലേക്ക് കയറാൻ സാധിക്കുന്നു എന്നർത്ഥം. അത്ര പുഷ്പമാലായാ സമ്പർക്കേണ തന്തു ശിരസി ധാര്യത ഇതി വിശേഷേണ. പുഷ്പമാലയുടെ സമ്പർക്കം കൊണ്ട് നൂല് ശിരസിൽ ധരിക്കുന്നു എന്നുള്ള വിശേഷം കൊണ്ട് നിസ്സാര അപി ഗുണവതാ സംസർഗേന ശ്രേഷ്ഠതാം പ്രാപ്നോതി ഇത് സാമാന്യ സമർത്ഥനാത്. നിസ്സാരനായിട്ടുള്ള ഒരാളും കൂടി ഗുണവാനായിട്ടുള്ള ഒരാളോട് സംസർഗം ചെയ്യുമ്പം ശ്രേഷ്ഠതയെ പ്രാപിക്കുന്നു എന്നുള്ള സാമാന്യ സമർത്ഥനം കൊണ്ട് അർത്ഥാന്തരന്യാസാലങ്കാരം. ഓക്കെ, അതിൻ്റെ വേറൊരു ഉദാഹരണം പറയാണ്. നിജദോഷാവൃത മനസാം അതിസുന്ദരമേവ ഭാതി വിപരീതം പശ്യതി പിത്തോപഹത ശശിശുഭ്രം ശങ്കമവിഭീതം. നിജദോഷാവൃത മനസാം, തൻ്റെ ദോഷങ്ങൾ ആവരണം ചെയ്യപ്പെട്ട മനസ്സോടുകൂടിയുള്ള ഒരാൾക്ക് അതിസുന്ദരം ഇവ ആഭാതി വിപരീതം, അതിസുന്ദരമായിട്ടുള്ള ഒരു സാധനം കൂടെ വിപരീതമായിട്ട് തോന്നുന്നു. നിജദോഷാവൃത മനസാം അതിസുന്ദരം ഇവ ആഭാതി വിപരീതം. അത് ആ മോള് പറഞ്ഞ പോലെ ഒരു സാമാന്യ കാര്യമാണ്. ആ മോള് പറഞ്ഞു തൻ്റെ തന്നെ ഒരു ദോഷമുള്ള ഒരാൾക്ക്, തൻ്റെ തന്നെ മനസ്സിൻ്റെ ദോഷമുള്ള ഒരാൾക്ക് അതിസുന്ദരമായിട്ടുള്ളൊരു സാധനം കൂടി വളരെ മോശമായിട്ട് തോന്നുന്നു. പശ്യതി പിത്തോപത ശശിശുഭ്രം ശങ്കമപി പീതം. പശ്യതി പിത്തോപകത, പിത്തത്തിൻ്റെ അസുഖം വളരെ അധികമുള്ള ഒരാൾക്ക് അയാള് ശശിശുഭ്രം ശങ്കമപി പീതം, ചന്ദ്രനെ പോലെ വെളുത്ത ശംഖും കൂടി അയാൾക്ക് മഞ്ഞ നിറമുള്ളതായിട്ടേ തോന്നുള്ളൂ. പിത്തം പിടിച്ചവന് അങ്ങനെ തോന്നുള്ളൂ എന്നാണ് അർത്ഥം. മനസ്സിലായി? അപ്പൊ അത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇനിയുള്ളത് കാവ്യലിംഗം എന്ന് പറഞ്ഞുള്ള അലങ്കാരമാണ്. അതും പറയാം. കാവ്യലിംഗം എന്ന് പറഞ്ഞാൽ കാവ്യത്തിന്റെ ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അടയാളം, ഉറപ്പിക്കല്. കാവ്യസ്യ ലിംഗം ഹേതുകൊണ്ട് വാക്യം സമർത്ഥിക്കലാണ്, അല്ലെങ്കിൽ സീലടിക്കൽ. കാവ്യത്തിന്റെ ഒരു ലിംഗം സമർത്ഥനീയസ്യ അർത്ഥസ്യ കാവ്യലിംഗം സമർത്ഥനം. ഓരോരോ അലങ്കാരത്തിനും ഓരോരോ പ്രത്യേകതയാണ്. അത് വളരെ ശ്രദ്ധിക്കണം. സമർത്ഥനീയസ്യ അർത്ഥസ്യ കാവ്യലിംഗം സമർത്ഥനം. സമർത്ഥിക്കേണ്ടുന്നതായ അർത്ഥത്തിന്റെ സമർത്ഥനമാണ് കാവ്യലിംഗം എന്ന് പറഞ്ഞുള്ള അലങ്കാരം. സമർത്ഥനീയസ്യ അർത്ഥസ്യ സമർത്ഥനം കാവ്യലിംഗം ഹേതുനാ വാക്യം സമർത്ഥയതി ചെയ്ത് തർഹി കാവ്യലിംഗാലങ്കാരം. അലങ്കാര ഹേതു, ആ മോള് പറഞ്ഞിട്ടുള്ളൊരു സാധനത്തിന്, ആദ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം പറഞ്ഞൊരു ഹേതുനാ വാക്യം സമർത്ഥയതി ചെയ്ത്,
ഒരു കാരണം കൊണ്ട് വാക്യം സമർത്ഥിക്കുന്നു ചെയ്ത് അങ്ങനെ പറയുന്നുവെങ്കിൽ അത് കാതിരിങ്ക അലങ്കാരം. അതിനുള്ള ഉദാഹരണം പറയാണ്. ജിതോസി ബന്ധ കന്ദർപ്പ മച്ചിത്തേസ്തി ത്രിലോചന. എടോ കാമദേവ, ഞാൻ നിന്നെ ജയിച്ചിരിക്കുന്നു. ജിത അസി മന്ദ കന്ദർപ്പ. എടോ മന്ദനായ ഗന്ധർപ്പ, മന്ദനായ മെല്ലപ്പോക്കുകാരനായ മന്ദനായിട്ടുള്ള കാമദേവ, ജിത അസി നിന്നെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. ജിത അസി നിന്നെ ഞാൻ ജയിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ് മച്ചിത്തേസ്തി ത്രിലോചന, എൻ്റെ മനസ്സിൽ മുഴുവൻ ശിവനാണ്. എൻ്റെ മനസ്സിൽ ശിവൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ജയിച്ചിരിക്കുന്നു എന്ന് പറയാണ്. ഇവിടെ ശിവൻ തന്നെ ഓൾറെഡി കാമദേവനെ ഭസ്മീകരിച്ചിട്ടുള്ള ആളാണ്. കാമദേവനെ ചുട്ട് ചാമ്പലാക്കിയുള്ള ആളാണ് ശിവൻ. അപ്പം ആ ശിവൻ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ കാമദേവനൊന്നും സാരില്ല എന്നർത്ഥം. കാമദേവനക്ക് ഓൾറെഡി എപ്പോഴത് ജയിച്ചു കഴിഞ്ഞു എന്നാണ്. ഇവിടെ ഏതിനാ വാക്യം സമർത്ഥിത് ചെയ്ത് ഉദാഹരണം, ഹേ മൂഢ ഗന്ധർപ്പ കാമദേവ ത്വം ജിത അസി, നിന്നെ ഞാൻ ജയിച്ചിരിക്കുന്നു. മമ ചിത്തേ ത്രിലോചന ശിവ അസ്തി, എൻ്റെ മനസ്സിൽ ശിവണ്ട്. അത്ര മച്ചിത്തെ മദനദാഹക ശിവ അസ്തി ഇത് വാക്യേന. മദനദാഹകനായിട്ടുള്ള കാമദേവനെ നശിപ്പിച്ചവനായ ശിവൻ എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് നിന്നെ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് കാമദേവനോട് പറയുന്നത് സമർത്ഥനീയമായിട്ടുള്ള അർത്ഥത്തിന് സമർത്ഥിക്കുന്നുകൊണ്ട് കാവ്യലിംഗാലങ്കാരം. മനസ്സിലായില്ല? അപ്പൊ അതിൻ്റെ അടിയിൽ വേറൊരു ശ്ലോകം കാണാം. ഭസ്മോദ്ധൂളന ഭദ്രമസ്തു ഭവതേ രുദ്രാക്ഷമാലേ ശുഭം ഹാ സോപാന പരമ്പരേ ഗിരിസുതാ കാന്താലയാലങ്കൃതേ അദ്യ ആരാധനദോഷിതേന വിഭുന യുഷ്മത് സപര്യാസുഖാ ലോകോച്ഛേദിനി മോക്ഷനാമനി മഹാമോഹേ നിലീയാമഹേ എന്നൊരു ശ്ലോകം. ഇവിടെ ഭസ്മം, രുദ്രാക്ഷം, കൈലാസ സോപാനം ഇതൊക്കെ തന്നെ ഇവിടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഭസ്മോദ്ധൂളൻ എന്ന് പറഞ്ഞാൽ മേലൊക്കെ ഇങ്ങനെ ഭസ്മം പൂശല്, അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചെന്ന് പറയാണ്. ഭദ്രമസ്തു ഭവതേ ഭസ്മോദ്ധൂളന ഭസ്മ ലേപന രുദ്രാക്ഷധാരിണാദിന ശിവം പ്രസാദയൻ, ഇതൊക്കെ ചെയ്തൊരു ശിവനെ പ്രസാദിപ്പിച്ചിട്ടുള്ള മോക്ഷം പ്രാപ്തസ്യ മാനവസ്യ ഭക്തസ്യ ഉക്തിരിയം. ഇതിനെക്കാട്ടിലൊക്കെ വലുതാണ് മോക്ഷം ആയിക്കൊണ്ടുള്ള ശിവന്റെ അടുത്തുനിന്ന് ഒരു മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഈ ഭസ്മത്തിനും രുദ്രാക്ഷത്തിനും കൈലാസ സോപാനത്തിനൊന്നും വലിയ വിലയൊന്നുമില്ല എന്നർത്ഥം. അതിനേക്കാളും വലിയ കാര്യം ആയിട്ടുള്ള മോക്ഷം ഞാൻ നേടിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അതൊന്നും സാരല്ല. ഭസ്മത്തിനോടും രുദ്രാക്ഷത്തിനോടൊക്കെ പറയാണ്, സോപാന പരമ്പരയോടൊക്കെ പറയാണ്, ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിച്ചിരിക്കുന്നു, ഇനി നിങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയാണ്. അദ്യാരാധന തോഷിതേന വിപുന യുഷ്മത്ത് സപര്യാസുഖാലോകോച്ഛേദിനി മോക്ഷനാമനി മഹാമോയെ നിരീയാമഹേ. യുഷ്മത് സപര്യാസുഖാലോകോച്ഛേദിനി ഒന്ന് നോക്കിക്കോളൂ. മോക്ഷം പ്രാപ്ത സതി ഭസ്മലേപന രുദ്രാക്ഷധാരണ കൈലാസ സോപാന ഭജനാദികം ന സ്യാത് ഇതി അത താൻ പ്രതി സ ഭക്തോ വദത്യേവം. അപ്പൊ ഭസ്മലേപന രുദ്രാക്ഷധാരണം കൈലാസ സോപാനത്തിനെ ഭജിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് അതിനോട് പറയാണ്, ഭക്തൻ പറയാണ്, ഹേ ഭസ്മലേപനത്തെ ഭദ്രമസ്തു, ഹേ ഭസ്മ കുറിയെ നിനക്ക് മംഗളം. അല്ലെങ്കിൽ ഭസ്മം തൊടുന്ന ആ സമ്പ്രദായം ഉണ്ടല്ലോ, ഭസ്മം തൊടുന്ന ആ സമ്പ്രദായമേ നിനക്ക് മംഗളം. ഹേ രുദ്രാക്ഷമാലയെ നിനക്കും മംഗളം. ഗിരിസുതായ കാന്തസ്യ ആലയേന കൈലാസേന അലങ്കൃതയെ ഹേ സോപാന ഭക്തേ. ഗിരിസുതായ പർവ്വതപുത്രിയായിട്ടുള്ള
പർവ്വതപുത്രിയുടെ ഭർത്താവിൻ്റെ ശിവന്റെ ആലയത്തിൽ അവിടെ അലങ്കരിച്ചു വെച്ചുള്ള സോപാന പരമ്പരയെ നിങ്ങളൊക്കെ നിങ്ങളോടൊന്നും ഇനി എനിക്ക് അധികമൊന്നും പറയാനില്ല. അദ്യ അസ്മദ് ആരാധനേന പരിതോഷിതേന ശിവേന വയം. ഇന്ന് ഞാൻ എൻ്റെ ആരാധന കൊണ്ട് സന്തോഷിച്ച ശിവൻ എന്നെ മോക്ഷനാമകേ തസ്മിൻ മഹാമഹേ വിലയം പ്രാപിതാഹ സ്യാം. ഞാൻ ഇന്ന് മോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ മഹാമോഹേ, മോക്ഷം എന്ന് പറഞ്ഞില്ല വലിയൊരു മഹാമോഹത്തിൽ ഞാൻ ഇവിടെ വിലയം പ്രാപിച്ചിരിക്കുകയാണ്. ഞാനതിൽ നിലീയാമഹേ, ഞാൻ ആ മോക്ഷം എന്ന് പറഞ്ഞാൽ ആ മഹാമോഹത്തിൽ ഇങ്ങനെ നിലീയം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ അലിഞ്ഞു ചേരുകയാണ്. യസ്മിൻ യുഷ്മത് സബര്യാസുകാലോകനോച്ഛേദ സ്യാത്. ഇങ്ങനെ നിങ്ങളെ പൂജിക്കുക മുതലായുള്ള കാര്യങ്ങൾക്കൊക്കെ ഉച്ഛേദം വരും. അതൊന്നും ഇനി ആവശ്യമില്ല. തതഃ മോക്ഷ, അതുകൊണ്ട് തന്നെ മോക്ഷം ഭസ്മധാരണാദി സുഖാനുഭവ നിരോധകത്വാണ്. ഇവിടെ ഭസ്മധാരണം, രുദ്രാക്ഷധാരണം, സോപാനത്തിന് ഭജിക്കുക മുതലായതിനൊക്കെ നിരോധിക്കുന്നതാണ് മഹാമോഹേവേത്യ അഭിപ്രായ. ഇതൊക്കെ ശിവനെ കാണുന്നവരേ ഉള്ളൂ. ശിവനെ കണ്ടു കഴിഞ്ഞാലും ശിവന്റെ അടുത്ത് മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല എന്നർത്ഥം. മഹാമോഹത്വ കൽപ്പനായാം ഹേതു യുഷ്മത്. ഇവിടെ ഏവം മോക്ഷസ്യ, ഇവിടെ മോക്ഷത്തിന്റെ മഹാമോഹത്വ കൽപ്പനായാം, മഹാമോഹമായിട്ട് മോക്ഷത്തിന് കൽപ്പിച്ചിട്ട് അതിനെ ഹേതു യുഷ്മത് സബര്യാസുകാലോകനച്ഛേദിനി ഇത് പദേന സമർത്ഥിത. മഹാമോഹത്വം ഉള്ള സാധനമാണ് മോക്ഷം. അതിനെ യുഷ്മത് സബര്യാസുഖാലോകനച്ഛേദിനി, രുദ്രാക്ഷമാലയനോടും മറ്റേ സോപാന പരമ്പരയോടും ഭസ്മത്തിനോടൊക്കെ പറയാണ് യുഷ്മത് സബര്യാസുഖാലോകച്ഛേദിനി. നിങ്ങളുടെ പൂജാസുഖം കാണുക മുതലായിട്ടുള്ള സുഖത്തിനെ ഛേദിക്കുന്നതാണ് ഈ മോക്ഷസുഖം എന്ന് പറഞ്ഞിട്ട് അതിനെ സമർത്ഥിക്കുകയാണ്. അതോ അത്ര പദാർത്ഥഹേതുകം കാവ്യലിംഗം അലങ്കാര. ഇത് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിന് പിന്നീട് ആ സാധനം കൊണ്ട് പറഞ്ഞിട്ട് സമർത്ഥിക്കുകയാണ്. യുഷ്മത് ലോകോച്ഛേദിനി. ആശയം മനസ്സിലായി? മോക്ഷം എന്ന് പറഞ്ഞ ആ സാധനം ഇതിലൊക്കെ വലുതാന്നർത്ഥം. യുഷ്മത് ലോകച്ഛേദിനി, ലോകോച്ഛേദിനി എന്നാണ്. യുഷ്മത് സബര്യ, നിങ്ങളെ പൂജിക്കുക. യുഷ്മത് സബര്യ, നിങ്ങളെ പൂജിക്കുന്ന സുഖം. യുഷ്മത് സബര്യാസുഖാലോകോച്ഛേദിനി, നിങ്ങളെ പൂജിക്കുക, കാണുക മുതലായിട്ടുള്ള ആ സുഖത്തിനെ ഉച്ഛേദിക്കുന്നതാണ്, ഉയർന്ന് ഛേദിക്കുന്നതാണ് ഈ മോക്ഷം എന്ന് പറഞ്ഞ മോക്ഷധാമനി മഹാമോഹേ. മോക്ഷം എന്ന് പറഞ്ഞുള്ള മോക്ഷസ്യ മഹാമോഹത്വ കൽപ്പനായാം ഹേതു മോക്ഷത്തിന് മഹാമോഹത്വ കൽപ്പന ഉണ്ടാവുന്നു. അത് ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നു പറയാണ് യുഷ്മത് സബര്യാസുഖാലോകോച്ഛേദിനി. നിങ്ങളുടെ പൂജാസുഖം, ദർശനം ഇവയെ ഛേദിക്കുന്നതായ മോക്ഷകൽപ്പന മഹാമോഹം എന്നതാണ്. മഹാമോഹമായ കാര്യമാണ്. ഇതിനെക്കാട്ടിലും വലുതാണ്. വലിയതായിട്ടുള്ളൊരു മോഹ കൽപ്പനയ്ക്ക് കാരണം മോഹകൽപ്പനായ മഹാമോഹം ആയിട്ടുള്ള കൽപ്പനയിൽ യുഷ്മത് സബര്യാസുഖാലോകോച്ഛേദിനി എന്ന വാക്കുകൊണ്ട് ഇവിടെ ആ മോക്ഷത്തിന് സമർത്ഥിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാവ്യലിംഗ അലങ്കാരം പറയും. പിന്നെ പറയാണ് ഇവിടെ കോ ഭേദ കാവ്യലിംഗ അർത്ഥാന്തരന്യാസയോഹോ. അതും കൂടി ഒന്ന് വായിച്ചോളൂ. സാമാന്യ വിശേഷയോഹോ ന്യാസ അർത്ഥാന്തരന്യാസ. സാമാന്യ വിശേഷങ്ങളുടെ എടുത്തു വയ്ക്കലാണ് അർത്ഥാന്തരന്യാസം. കാവ്യലിംഗേവി
സമർത്ഥ സമർത്ഥ്യ സമർത്ഥക ഭാവ ഹേതുവാക്യ സമർത്ഥനം അസ്തി. സമർത്ഥ്യ സമർത്ഥകയോ സാമാന്യവിശേഷ സംബന്ധ അർത്ഥാന്തരന്യാസ. ഇവിടെ സാമാന്യവിശേഷ സംബന്ധം കൊണ്ടാണ് അർത്ഥാന്തരന്യാസം ഉണ്ടാവുന്നത്. സമർത്ഥക വാക്കുകളിൽ സമർത്ഥിക്കുന്ന വാക്ക് സമർത്ഥിക്കേണ്ട വാക്കാണ് സമർത്ഥ്യം. സമർത്ഥകം എന്ന് പറഞ്ഞാൽ അതിനെ സമർത്ഥിപ്പിക്കുന്നത്. തത് ഭിന്നേ നിഷ്പാദക ഭാവാദി സംബന്ധേ കാവ്യലിംഗം. നിഷ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടാക്കിയെടുക്കുക. നിഷ്പാദ്യം ഉണ്ടാക്കേണ്ടത്, നിഷ്പാദകം ഉണ്ടാക്കി തരുന്നത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുക. ഓക്കെ, ഇനി പറയാനുള്ളത് സ്വഭാവോക്തിയാണ്. അത് 83-ാമത്തെ പേജാണ്, നമുക്ക് പറയാം.